പോയത് പോയി, ആ വീട്ടുകാർക്ക് പോയി. ഇനി ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കും. ഒരച്ഛനും അമ്മയും മറക്കില്ല, അത്രയുള്ളൊരു മോൻ പോയാൽ. രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് അടുത്തും തെറ്റുണ്ട്. അപ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആ കുട്ടിയുടെ മരണം സംഭവിക്കില്ലായിരുന്നു. പാരൻറ്റിൻ്റെ വിഷമം അത് ഈ പറയുന്ന സർക്കാരുകൾക്കോ സ്കൂളുകൾക്കോ ഒരിക്കലും നമുക്ക് വിലമതിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അനാസ്ഥയുടെ ഇരയാണ് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ. സ്കൂളിലെ സൈക്കിൾ ഷെഡിന് മീതെ വീണ ചെരുപ്പെടുക്കാൻ നോക്കുന്നതിനിടെയാണ് മിഥുനെ വൈദ്യുതാഘാതമേറ്റ് ജീവൻ നഷ്ടമാകുന്നത്. സംഭവത്തിൽ പരസ്പരം പഴിചാരുകയാണ് KCBയും സ്കൂൾ അധികൃതരും. ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ഈ പഴിചാരലാണോ വേണ്ടത്? പ്രതികരണങ്ങളിലേക്ക്. പോയത് പോയി, ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പോയി, അത്രേ ഉള്ളൂ. ഞാൻ പറയുന്നത് സ്കൂളുകാരുടെ തെറ്റാണിത്. എന്ത് വന്നാലും അത് ആദ്യമേ തന്നെ കാണേണ്ടതായിരുന്നു. ഒരടി പൊക്കത്തിൽ പോകുന്ന വയറ് താഴെ വരെ മുട്ടിയില്ലെങ്കിലും, ഈ കുട്ടിയുടെ മേത്ത് മുട്ടിയില്ലെങ്കിലും, ഷീറ്റിൽ മുട്ടിയില്ലെങ്കിലും സംഭവം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അത്രയും, അതും ടിൻ ഷീറ്റാണ്, പാസ് ചെയ്യും. ഇത്ര കോമൺ സെൻസ് ഇല്ലാത്ത ടീച്ചേഴ്സാണോ, സ്കൂൾ അധികൃതരാണോ അവിടെയുള്ളത്? ഒരാൾ പോയി അവരുടെ വീട്ടുകാർക്ക് പോയി. ആ മോൻ 8ാം ക്ലാസ് വരെ ആ കുട്ടീനെ വളർത്തണം എന്നുണ്ടെങ്കിൽ കഷ്ടപ്പാടും പിന്നെ കണ്ട് കൊതി പോലും തീർന്നില്ല, എന്തെല്ലാം പ്രതീക്ഷ ഉണ്ടാവും. പോയത് പോയി, ആ വീട്ടുകാർക്ക് പോയി. ഇനി ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കും. ഒരച്ഛനും അമ്മയും മറക്കില്ല, അത്രയുള്ളൊരു മോൻ പോയാൽ. നമുക്ക് സഹിക്കാൻ പറ്റണില്ല. രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് അടുത്തും തെറ്റുണ്ട്. അപ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയെങ്കിലും ഇങ്ങനെ ഇപ്പോൾ KCB ആയാലും സ്കൂൾ മാനേജ്മെൻ്റ് ആയാലും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ സ്കൂളത്തെ ഒരു വിദ്യാർത്ഥി മരിച്ചു, ആ കുട്ടിയുടെ ഫാമിലിക്കാണ് അതില്ലാണ്ടായിട്ടുള്ളത്. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇനി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇന്നലെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ദുഃഖിതരാണ്. അത് ഉണ്ടായപ്പോൾ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റും അതിനെക്കുറിച്ച് പറയുന്നത് ഓരോരുത്തരുടെ കാരണങ്ങളാണ്. ആ കാരണങ്ങൾ ഉണ്ടാവാതിരിക്കുക, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആ കുട്ടിയുടെ മരണം സംഭവിക്കില്ലായിരുന്നു. രണ്ട് ആൾക്കാരും ഇതുപോലെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. കുഞ്ഞുങ്ങളുടെ ജീവൻ എത്രയും വിലപ്പെട്ടാന്ന് വീട്ടിലിരിക്കുന്ന പാരൻസിന് മാത്രമേ ഉള്ളൂ. രാവിലെ കുട്ടീനെ വിട്ട് വൈകുന്നേരം കുട്ടി വരണത് വരെ വീട്ടുകാർ എന്തോരം ടെൻഷൻ അടിച്ചായിരിക്കണം. അപ്പോൾ ഈ ഇങ്ങനെ ഒരു വാർത്തയും കൂടിയാണ് ആ വീട്ടിലേക്ക് വരണതെങ്കിൽ പാരൻറ്റിൻ്റെ വിഷമം അത് ഈ പറയുന്ന സർക്കാരുകൾക്കോ സ്കൂളുകൾക്കോ ഒരിക്കലും നമുക്ക് വിലമതിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്.